ഒരു പ്രധാന നേതാവ് നടൻ ദേവൻ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം ബിജെപി വിട്ടിരിക്കുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചിരിക്കുന്നു. രാജിക്കത്തുടൻ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. കണിച്ചുകുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിലാണ് രാജി പ്രഖ്യാപനം ഉണ്ടായത്. ആത്മപരിശോധനയിൽ ഞങ്ങൾ തീരുമാനം. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്. ദേവന്റെ രാജി പ്രഖ്യാപനത്തിൽ അതേ വേദിയിൽ ബിജെപി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ അതൃപ്തി പരസ്യമാക്കി. ബിജെപി ആവശ്യമായ പരിഗണന നൽകിയിട്ടും ദേവന്റെ രാജിപ്രഖ്യാപനം അത്ഭുതപ്പെടുത്തി. രാജി പ്രഖ്യാപിക്കേണ്ട വേദി ഇതായിരുന്നില്ല എന്നും രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. ബഹുമാനായ ദേവൻ സാർ ഇവിടെ ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതായതായി ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം തന്നെ ഞാനൊന്നും അതിന് മറുപടി പറയുന്നില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും അദ്ദേഹത്തിന് ആ തരത്തിൽ ചിന്തിക്കാൻ ഇടയായത് പ്രഖ്യാപിക്കേണ്ട വേദി ഇതായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. മനീഷ് മഹിപാലാണ് ചെയ്തത്. മനീഷ്, ദേവൻ ഒരു തരത്തിലും ബിജെപിയുമായി ഒത്തുപോകാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജി പ്രഖ്യാപിക്കാൻ പോലും അല്ലെങ്കിൽ രാജിവെക്കാൻ പോലും തക്ക വിധത്തിൽ ഒരു വേദി അവിടെ ഇല്ല, ആ പാർട്ടിയിൽ ഇല്ല എന്നതാണ് രാധാകൃഷ്ണ മേനോന്റെ പ്രതികരണത്തിൽ നിന്നുകൂടി വ്യക്തമാകുന്നത്, അല്ലേ? എന്താണ് ദേവൻ പറയുന്നത്? വിനീത, വളരെ നാടകീയമായിരുന്നു ദേവന്റെ രാജി പ്രഖ്യാപനം, പരസ്യമായ പ്രഖ്യാപനത്തിൽ. പക്ഷേ രാഷ്ട്രീയമായ കാരണങ്ങൾ ദേവൻ വിശദീകരിക്കുന്നില്ല. ഗുരുദേവ ദർശനങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് താൻ. പക്ഷേ ബിജെപിയിൽ ഇത്ര വർഷമായി താൻ ലയിച്ചു പ്രവർത്തിക്കുന്നു. പക്ഷേ അവിടെ എങ്ങും ബിജെപിയിൽ എങ്ങും ഗുരുദേവന്റെ ദർശനം കാണാൻ കഴിയുന്നില്ല എന്ന വാക്ക് മാത്രമാണ് ദേവൻ പറയുന്നത്. മറ്റ് സംഘടനാപരമായ വിഷയങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജേഷ് ചന്ദ്രശേഖരന്റെ ജയം, തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം, ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴ വലിയ ഭൂരിപക്ഷം ലഭിച്ചപ്പോഴൊക്കെ തന്നെ പ്രചരണ രംഗത്ത് താൻ സജീവമായിരുന്നു. 2021 ദേവൻ പീപ്പിൾസ് പാർട്ടി വിട്ട് പിന്നെ NDAയിൽ അതായത് BJP ലയിക്കുന്നു. 2020 മുതൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുന്നത്. ഇപ്പോഴത്തെ ദേവൻ ഈ പൊതുവേദിയിൽ വെച്ച് തന്നെ പരസ്യമായി പറയുന്നത് 6 മാസങ്ങൾക്ക് മുൻപേ തന്നെ താൻ പാർട്ടി വിടും എന്നുള്ള കാര്യങ്ങൾ ആലോചനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണത് പരസ്യമാക്കാൻ തോന്നിയതെന്ന് പറയുന്നു. പക്ഷേ അതേ വേദിയിൽ തന്നെ BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ പരസ്യമായി രംഗത്തെത്തി. അങ്ങനെ BJP വിട്ടുപോകാനുള്ള കാര്യങ്ങൾ ഇന്റേണലായി പറയാമായിരുന്നു, പരസ്യമായി പറയുന്നതിന് അദ്ദേഹം വിമർശിച്ചു. പക്ഷേ ഇവിടെ ദേവന്റെ വലിയ വിമർശനം BJPയിൽ ഗുരുദേവന്റെ ദർശനങ്ങളില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം ദേവൻ മാറി നിൽക്കുന്ന രീതി ഉണ്ടായി. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ദേവന് മത്സരിക്കാനുള്ള ആഗ്രഹം പല സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷേ പ്രചരണ രംഗത്ത് സജീവമാകാനായിരുന്നു നേതൃത്വം ദേവനോട് മറുപടി നൽകിയത്. അതിൽ ദേവന് വലിയ അതൃപ്തി ഉണ്ടായത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാവുകയാണ്. ഈ ചടങ്ങ് നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചടങ്ങിൽ കൂടിയാണെന്ന് വലിയ പ്രത്യേകതയുണ്ട്. കണിച്ചുലങ്ങര ക്ഷേത്രത്തിൽ വെള്ളാപ്പള്ളി നടക്കമുള്ള ആളുകൾ പങ്കെടുത്ത വേദിയിൽ വെച്ചാണ്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് പോയത് തിരുവനന്തപുരത്തേക്കാണ്. ഇന്ന് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് അവിടെ വെച്ച് രാജി നൽകുമെന്നാണ് ദേവൻ ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. വിനീത, ശരി, മനീഷ് മഹിബാനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പാർട്ടിയിൽ ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ദേവൻ പറയുകയാണ്. നമുക്കറിയാം, തൃശൂരിലുണ്ടായ കിറ്റ് വിവാദത്തിലൊക്കെ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. അതൊക്കെ വലിയ ചർച്ചയുമായ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഉൾപ്പെട്ടിരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ എത്തിയത് വലിയ രീതിയിൽ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിൽ ദേവൻ അതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനം തന്നെ ദേവൻ രാജിവെച്ചിരിക്കുന്നു എന്നതാണ്. മനീഷ് മഹിബാൽ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്